Welcome to BSc Main Physics Semester 4, 18th lecture, Classical and Relativistic Mechanics. Today we see turning points in central force motion. Turning points in central force motion. In the last class we have seen an essay, the trajectory of a particle moving under central force field or trajectory of a particle moving under inverse square force. And this topic is a continuation of the previous essay, and this is also a separate essay, turning points in central force motion. It is a continuation of the previous essay. So you see turning points. നമ്മൾ വീണ്ടും ആ പടം ഞാൻ പറഞ്ഞില്ലേ, ഈ എലിപ്റ്റിക്കൽ മോഷൻ്റെ പടം ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ ഓ അതിൻ്റെ ഫോക്കസാണ്, അല്ലെങ്കിൽ ഓയിൽ സൺ പിയിൽ പ്ലാനറ്റ് എന്ന് പറയാം. അത് കറങ്ങുന്ന എലിപ്റ്റിക്കൽ പാത്ത് കൊടുത്തിരിക്കുകയാണ്. ആ റേഡിയസ് വെക്റ്റർ എ ബി 2 പോയിന്റ്. ആ എ എന്നുള്ള പോയിന്റ് ഒരു ക്ലോസസ്റ്റ് പോയിന്റാണ് ഒ ആയിട്ട്. ബി എന്നുള്ള റിമോട്ടസ്റ്റ് പോയിന്റാണ്. പ്ലാനറ്ററി മോഷനിൽ എയും ബി എയും വിളിക്കുന്ന പേരുണ്ട്. എ നിയറസ്റ്റ് പോയിന്റിനെ നമ്മൾ പെരിഹീലിയൻ എന്ന് പറയും. ഫാർദസ്റ്റ് പോയിന്റിനെ നമ്മൾ അപ്ഹീലിയൻ എന്ന് പറയും. അപ്ഹീലിയൻ, പെരിഹീലിയൻ നിങ്ങൾ കേട്ടാണ് വാക്ക്. ഈ ഫോക്കസുമായിട്ട് സണ്ണുമായിട്ട് ചേർന്നുള്ള പോയിന്റിനെ പോയിന്റ് എയെ നമ്മൾ പെരിഹീലിയൻ എന്നും അകലെയുള്ള പോയിന്റ് അപ്ഹീലിയൻ എന്നും പറയും. അപ്പോൾ ഈ പെരിഹീലിയൻ്റെയും അപ്ഹീലിയൻ്റെയും ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. എ ബി 2 പോയിന്റുകളാണ്. ഈ പോയിന്റുകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടേണിംഗ് പോയിന്റ്സ്. അപ്ഹീലിയൻ പെരിഹീലിയൻ പോയിന്റുകളെ നമ്മൾ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ വാക്ക് ഈ നോട്ടിനകത്ത് അങ്ങനെ ഉപയോഗിക്കില്ല. അപ്ഹീലിയൻ പെരിഹീലിയൻ എന്ന വാക്ക് നമ്മൾ പറയുന്നില്ല, പകരം ടേണിംഗ് പോയിന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ആ എലിപ്സിൽ ആ എയും ബി 2 പോയിന്റ് ഉണ്ട്. എയിൽ വെച്ച് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തിരിയും, ബിയിൽ വെച്ചും പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ മാറും. അതുകൊണ്ടാണ് ഈ എ ബിയെ വിളിക്കുന്ന പേര് ടേണിംഗ് പോയിന്റ്സ്. സോ നൗ വി ക്യാൻ സീ വാട്ട് ഇസ് ദ ഹെഡിങ്, ടേണിംഗ് പോയിന്റ്സ് ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ. ടേണിംഗ് പോയിന്റ്സ് in central force motion, turning points are those points on the conical or ellipse. Conic sectionൻ്റെ ഒരു പാർട്ടാണ് എലിപ്സ്, അറ്റ് വിച്ച് പാർട്ടിക്കിൾ ചേഞ്ചസ് ഡയറക്ഷൻ. അപ്പോൾ ഈ സെൻട്രൽ ഫോഴ്സ് മോഷനിൽ, എലിപ്റ്റിക്കൽ മോഷനിൽ ഈ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 2 പോയിന്റാണ് എയും ബിയും. അവിടെയാണ് പാർട്ടിക്കിൾ അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, വെലോസിറ്റിക്ക് ഡയറക്ഷൻ മാറ്റം ഉണ്ടാകുന്നു. ഇൻ ദ ഫിഗർ എ ആൻഡ് ബി ആർ ടേണിംഗ് പോയിന്റ്സ്. ചിത്രത്തിൽ എയും ബിയുമാണ് ടേണിംഗ് പോയിന്റ്സ്. ആ ചിത്രം ഒന്ന് ഓർത്തിരുന്ന് കൊള്ളാം. ഓർക്കാനുള്ള ഇത്രയുള്ള പിന്നെ തീറ്റ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. തീറ്റ വേണേൽ മാർക്ക് ചെയ്യാം. 6 താഴെ ആ മേജർ ആക്സിന് അടക്കമുള്ള ആംഗിളാണ് തീറ്റ. പിന്നെ ബിയിലേക്കുള്ള ദൂരം, അതായത് അപ്ഹീലിയനിലേക്കുള്ള ദൂരം R2 ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് R2 ആണ്, ലാർജസ്റ്റ് ഡിസ്റ്റൻസ് R1 ആണ്. R റേഡിയസ് വെക്റ്റർ, അതൊന്നോർത്ത് കൊള്ളാം. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. വി ഹാവ് ഇക്വേഷൻ നമ്പർ 4 ആണെന്നോട്ടെ, 4 അല്ല 9 ആയിരിക്കും അല്ലേ. 9 ആണ് കഴിഞ്ഞ ആർട്ടിക്കിളിലെ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് തുടങ്ങാം. വി ഹാവ് ഇക്വേഷൻ തുടങ്ങിയാൽ മതി. വി ഹാവ് ഇക്വേഷൻ ആസ്, അതൊക്കെ വി നോ ഇക്വേഷൻ ആസ്, വി നോ ദി ഇക്വേഷൻ എന്ന് കൊടുത്താൽ മതി. മറ്റേത് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഇവിടെ ഇക്വേഷൻ നമ്പർ 9 എന്ന് പറയുന്നത്. 9ലാണ് റീറൈറ്റ് ചെയ്യുന്നത്. 1/r = mk/l² 1 + എപ്സിലൺ കോസ് θ - θ0 നമ്മൾ എഴുതിയതാണ്. പുട്ട് θ - θ0 is 180 degree. 1/r = mk/l² 1 + cos 180. ദാറ്റ് ഈസ് mk/l² 1 - എപ്സിലൺ. കാരണം കോസ് 180 എന്ന് പറഞ്ഞാൽ -1 ആണ്. ദാറ്റ് ഈസ് 1/r is mk/l² 1 - എപ്സിലൺ. ഇക്വേഷൻ നമ്പർ 11. അപ്പോൾ ഏതാണ് ഇക്വേഷൻ നമ്പർ 10? 10 നേരത്തെ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 11 കഴിഞ്ഞ എസ്സേയിലാണ് 10. ദിസ് മീൻസ് 1/r ഈസ് a 1/r is a minimum. 1/r is a minimum. കാരണം ഈ ബ്രാക്കറ്റിലെ ടേം വെച്ചിട്ടാണ് മിനിമം എന്ന് പറയുന്നത്. 1 - എപ്സിലൺ വരുമ്പോഴാണ് മിനിമം ആകുന്നത്. 1 + എപ്സിലൺ വരും അടുത്ത കേസിൽ. 1 + എപ്സിലൺ വരുമ്പോൾ മാക്സിമം ആകും. ഇപ്പോൾ ഈ 1 - എപ്സിലൺ വന്നതുകൊണ്ട്, എപ്സിലൺ ഒന്നിൽ കുറവുള്ള സംഖ്യയാണ്.
ഇപ്പോൾ 1 - എപ്സിലോൺ വന്നതുകൊണ്ട് നമ്മൾ പറയും 1/r ഇസ് മിനിമം. ദിസ് മീൻസ് 1/r ഇസ് എ മിനിമം, ദാറ്റ് ഈസ് r ഈസ് എ മാക്സിമം. 1/r മിനിമം ആണെങ്കിൽ r മാക്സിമം ആകൂല, റെസിപ്രോക്കൽ. ലെറ്റ് ദിസ് മാക്സിമം r ബി r1. ഈ മാക്സിമം r-നെ നമ്മൾ r1 എന്ന് വിളിക്കും. അതാണ് നമ്മുടെ പടത്തിലെ ഫാർദസ്റ്റ് ഡിസ്റ്റൻസ്. ഫാർദസ്റ്റ് ഡിസ്റ്റൻസ് ആണ് പടത്തിലെ r1 എന്ന് പറയുന്നത്. r1 നോക്കിയാൽ നിങ്ങൾ ഈ കാണുന്ന ഒരു r1 ബിയിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ആ ദൂരത്തെ നമ്മൾ r1 എന്ന് വിളിച്ചാൽ 1/r പോലെ 1/r1 ഈസ് mk/l² ഇൻറ്റു 1 - എപ്സിലോൺ, ഇക്വേഷൻ നമ്പർ 12. അപ്പോൾ ഇതാണ് ഫാർദസ്റ്റ് ദൂരം തരുന്ന ഇക്വേഷൻ. ദിസ് കറസ്പോണ്ട്സ് പോയിന്റ് ബി ഇൻ ദ ഫിഗർ. പടത്തിൽ പോയിന്റ് ബി ആണ് ഇത് തരുന്നത്. എഗൈൻ ലെറ്റ് θ/θ0 ഇസ് 0 ഡിഗ്രി. അപ്പോൾ നമുക്ക് അവിടെ cos 0 കിട്ടും, അത് 1 ആണ്. അപ്പോൾ 1/r എന്നുള്ള ഇക്വേഷൻ mk/l² ഇൻറ്റു 1 + എപ്സിലോൺ എന്ന് വരും. 1 + എപ്സിലോൺ വെച്ച് വലിയ സംഖ്യയാണ്. അപ്പോൾ 1/r എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. 1 - എപ്സിലോണേക്കാൾ വലിയ സംഖ്യയാണ് 1 + എപ്സിലോൺ. അപ്പോൾ 1/r ഒരു മാക്സിമം സംഖ്യ ആയിരിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഹിയർ 1/r ഇസ് മാക്സിമം ആൻഡ് ഹെൻസ് r ഇസ് മിനിമം. ലെറ്റ് ദിസ് മിനിമം ഡിസ്റ്റൻസ് ബി r2. ഈ മിനിമം ദൂരത്തെ നമ്മൾ r2 എന്ന് വിളിക്കും. 1/r2 ഇസ് mk/l² ഇൻറ്റു 1 + എപ്സിലോൺ, ഇക്വേഷൻ നമ്പർ 13. 1/r മാക്സിമം ആണെങ്കിൽ ഈ 1 + എപ്സിലോൺ വന്നതുകൊണ്ടാണ്. 1/r മാക്സിമം ആണെങ്കിൽ r മിനിമം ആയിരിക്കും. ആ മിനിമം ദൂരത്തെ നമ്മൾ r2 എന്ന് പറയും, മിനിമം ദൂരത്തെ. സോ 1/r2 ഈസ് ഈക്വൽ ടു mk/l² ഇൻറ്റു 1 + എപ്സിലോൺ. This corresponds to point A in the figure. These points B and A on ellipse corresponds to distances r2 and r1 and they are called turning points. ഇവയാണ് നമ്മൾ ടേണിംഗ് പോയിന്റ്സ്. പോയിന്റ്സ് ബി ആൻഡ് എ, അവയെ നമ്മൾ ടേണിംഗ് പോയിന്റ്സ് എന്ന് വിളിക്കും. ഇതിൽ നിന്ന് നമുക്ക് എപ്സിലോണിന്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി ഓൾസോ ഷോൺ ദാറ്റ് എപ്സിലോണിന്റെ വാല്യൂ, ഇറ്റ് ക്യാൻ ബി ഓൾസോ ഷോൺ ദാറ്റ് എപ്സിലോൺ ഈസ് എക്സെൻട്രിസിറ്റി ആണ്. എക്സെൻട്രിസിറ്റി എപ്സിലോൺ ഈസ് ഈക്വൽ ടു 1 + 2l² E/mk² the whole raised to 1/2, ഇക്വേഷൻ നമ്പർ 14. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, obtain equation for trajectory of a particle moving under inverse square law of force. What are turning points? അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ കംപ്ലീറ്റ് എസ് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എസ്സയും ഈ എസ്സയും കൂടി ചേർത്ത് ടേണിംഗ് പോയിന്റ്സ് കൂടി ചേർത്താണ് പറയേണ്ടത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഈ നേരെ പഠിച്ച ടേണിംഗ് പോയിന്റ്സ് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞത് മാത്രം എഴുതിയാൽ മതി. നേരെ പഠിച്ച സെൻട്രൽ ഫോഴ്സ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ട്രജക്ടറി ഇക്വേഷൻ പറയുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എഴുതണം. രണ്ടും കൂടി ചോദിച്ചാൽ ഇതിപ്പോൾ ചോദിക്കും obtain equation for trajectory of a projectile, projectile അല്ല, പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ഇൻവേഴ്സ് സ്ക്വയർ law of force. വാട്ട് ആർ ടേണിംഗ് പോയിന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പറയേണ്ടി വരും. ഇപ്പോൾ ടേണിംഗ് പോയിന്റ്സിൻ്റെ ഒരു എസ് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ 1-2 ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്. ഈ സെൻട്രൽ ഫോഴ്സ് മോഷൻ ആർ യു ഷുവർ ദാറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഈ സെൻട്രൽ ഫോഴ്സ് മോഷൻ ആർ യു ഷുവർ ദാറ്റ് പാർട്ടിക്കിൾ ഓൾവേസ് ഡിസ്ക്രൈബ്സ് എലിപ്റ്റിക്കൽ പാത്ത്. സെൻട്രൽ ഫോഴ്സ് മോഷനിൽ പാർട്ടിക്കിൾ എപ്പോഴും എലിപ്റ്റിക്കൽ പാത്താണോന്ന്, എലിപ്റ്റിക്കൽ പാത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ ഉത്തരം കണ്ടതാണ്. ഇപ്പോൾ നോട്ട് ആൾവേസ്, നോട്ട് ഷുവർ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ആൾവേസ് എലിപ്റ്റിക്കൽ, ദെയർ മേ ബി ഹൈപ്പർബോളിക്. അപ്പം അതിന് ഉത്തരം ഞാനിവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നോട്ട് ആൾവേസ് എലിപ്റ്റിക്കൽ, ദ ട്രജക്ടറി ഡിപ്പെൻഡ്സ് ഓൺ ടോട്ടൽ എനർജി ആൻഡ് ആംഗുലർ മൊമെൻറ്റം. If E less than 0, the path is elliptical. In the case of planetary motion, E less than 0, that is path of planet is elliptical. അപ്പോൾ ഈ ലെസ് ദാൻ 0 എന്നുള്ള കേസിൽ മാത്രമേ ഈ പാത്ത് പ്ലാനറ്റുകളുടെ എലിപ്റ്റിക്കൽ ആകുള്ളൂ. അല്ലാത്ത കേസിൽ അത് ഹൈപ്പർബോളിക്കോ പരാബോളിക്കോ ആയിട്ട് മാറി വരും. ഈയുടെ വാല്യൂ ഗ്രേറ്റർ 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 ഒക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഹാസ് എനർജി ഗ്രേറ്റർ ദാൻ 0.
�greater 0. ഇപ്പോൾ >0 ഇല്ല, >0 ഇല്ല. >0 ആണ് എലിപ്റ്റിക്കൽ. ഇവിടെ ഒരു 90, പഴയൊരു ചോദ്യമുണ്ട്, പണ്ട് ചോദിച്ചിരുന്നതാണ്, 96. വളരെ പഠന ചോദ്യം. എ പാർട്ടിക്കിൾ ഹാസ് എനർജി >0. It moves under the influence of inverse square law force. What will be the motion of the particle? ഒരു പാർട്ടിക്കിൾ ഈ >0 പോവുകയാണ്. ഈ >0 ആണെങ്കിൽ പറഞ്ഞാൽ എലിപ്റ്റിക്കലാണ്. ഈ >0 പോവുകയാണ്. വാട്ട് വിൽ ബി ദി മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ? എക്സ്പ്ലെയിൻ. എന്തൊരു മോഷനാണ് പാർട്ടിക്കിളിൽ? എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിന് ഉത്തരവാദി കൊടുത്തിരിക്കുകയാണ്. We know epsilon is 1 plus 2 L square E by mk square is to half. Here E >0. E >0 ആകുമ്പോൾ എപ്സിലൺ >0. എപ്സിലൺ >0. E >0 എപ്സിലൺ >0. എപ്സിലൺ >0 എന്ന് പറഞ്ഞാൽ എക്സെൻട്രിസിറ്റി >0 എന്നാണ്. ഇത്തരം കേസിൽ എക്സെൻട്രിസിറ്റി >0 ആണെങ്കിൽ the motion of the particle is hyperbolic or motion of particle is along hyperbola. പാർട്ടിക്കിൾ ഹൈപ്പർബോള പാത്തിലായിരിക്കും ചലിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഓൾ എലിപ്സസ് വിത്ത് ദി സെയിം മേജർ ആക്സിസ് ഹാവ് ദ സെയിം എനർജി. ഒരേ മേജർ ആക്സിസ് ഉള്ള എല്ലാ എലിപ്സിലും ഈ പാർട്ടിക്കിളിന് ഒരേ എനർജിയാണ് തെളിയിക്കാൻ. അപ്പോൾ അതിന് ഉത്തരമാണ് വി ഹാവ് ദ റിലേഷൻ ഫോർ എക്സെൻട്രിസിറ്റി ആസ് എപ്സിലൺ ഈസ് 1 plus 2 L square E by mk square is to half. Squaring epsilon square is 1 plus 2 L square E by mk square. That is epsilon square minus 1 is 2 L square E by mk square. E is equal to mk square by 2 L square into epsilon square minus 1. Cross multiply ചെയ്യുമ്പോഴാണ്. Put mk by L square into epsilon square minus 1 is equal to 1 by A എന്ന് വിളിക്കുക. വേർ A is the semi major axis. ഇപ്പോൾ സെമി മേജർ ആക്സിൻ്റെ റിലേഷനാണ്, ഏകാന്ത റിലേഷനാണ് കാണുന്നത്. അപ്പോൾ ഇതങ്ങ് മുകളിൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ E is equal to -k/2 എന്ന് കിട്ടും. K ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ G ക്യാപിറ്റൽ സ്മോളാണ്. -k/2 എന്ന് കിട്ടും. സിൻസ് A is a constant, the energy is also a constant. അപ്പോൾ എല്ലാ ഈ മേജർ ആക്സിസ് എ ഉള്ള എല്ലാ ഓർബിറ്റുകളിലും എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെയിം മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസ് എ ഉള്ള എല്ലാ ഓർബിറ്റിലും, എല്ലാ എലിപ്റ്റിക്കൽ ഓർബിറ്റിലും ഈ പ്ലാനറ്റുകളുടെ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി അല്ല, എനർജി ഈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ടേണിംഗ് പോയിന്റ് എസ് ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ടേണിംഗ് പോയിന്റ് എസ് എക്സ്പ്ലെയിൻ ടേണിംഗ് പോയിന്റ്സ് ഇൻ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ, ഒബ്റ്റെയിൻ ഡിസ്റ്റൻസസ് R1 and R2 ഫോർ അപ്ഹീലിയൻ ആൻഡ് പെരിഹീലിയൻ. അപ്പോൾ അപ്ഹീലിയൻ പെരിഹീലിയൻ ചോദിക്കണമെന്നില്ല, 4 ടേണിംഗ് പോയിന്റ്സ് ചോദിച്ചാൽ മതി. എക്സ്പ്ലെയിൻ ടേണിംഗ് പോയിന്റ്സ് ഇൻ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ, ഒബ്റ്റെയിൻ ഡിസ്റ്റൻസസ് R1 and R2 ഫോർ ടേണിംഗ് പോയിന്റ്സ്. അങ്ങനെ ചോദിക്കുക. അപ്പം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച എസ് എഴുതിയാൽ മതി. പടം വരച്ചിട്ട് പടം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടേണിംഗ് പോയിന്റ്സ് ബിയും എയും ആണെന്ന് പറയണം, ദൂരം പറയണം, എന്നിട്ട് R1-ൻ്റെയും R2-ൻ്റെയും എക്സ്പ്രഷൻ എഴുതി കാണിക്കണം. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. That is all with your 18th lecture on classical and relativistic mechanics. Thank you very much.